നേരത്തെ ശരത്ത് പറഞ്ഞ പോലെ തന്നെ 16 രാജ്യങ്ങളിൽ എത്തുക എന്ന് പറഞ്ഞാൽ 16 രാജ്യങ്ങളിൽ അയ്യപ്പ ഭക്തർ. ഒരുപക്ഷെ കേരളത്തിൽ നിന്നുള്ള ഈ വലിയ ഈ ഗ്ലോബൽ പിൽഗ്രിമേജ് സെൻറ്റർ, എനിക്ക് തോന്നുന്നു ഇതിന് ശേഷം ഇതിന് വരുന്ന നിർദ്ദേശങ്ങളിൽ പലതും ഈ വിദേശ രാജ്യങ്ങളിൽ ഉൾപ്പെടെ ഈ ഇതിന് വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റേഷൻ സെൻറ്ററുകൾ കൂടി രൂപീകരിക്കാൻ ഇതിൽ ലക്ഷ്യമിടുന്നുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ വലിയ തരത്തിലുള്ളൊരു കാഴ്ചപ്പാടാണ്. ഒരുപക്ഷെ നേരത്തെ ശരത്ത് പറഞ്ഞ പോലെ ഇതൊരു മണ്ഡലകാലം വെച്ച് മുന്നിൽ കണ്ടുകൊണ്ടല്ല, ഒരു ലോങ് ടൈം, ഒരു 25 വർഷത്തെ മുന്നിൽ കണ്ടുകൊണ്ട് സർക്കാർ ദേവസ്വം ബോർഡ് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ മാസ്റ്റർ പ്ലാൻ എന്നുള്ളത് എല്ലാ മേഖലയ്ക്കും വേണ്ടത് തന്നെയാണ്. അപ്പോൾ ആ വികസനത്തെ സംബന്ധിച്ച് കൃത്യമായ കാഴ്ചപ്പാടുണ്ടാകും. ആ കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകാനാകും. എങ്ങനെയൊക്കെയാകണം നിർമ്മാണ പ്രവർത്തനങ്ങൾ, എന്തൊക്കെയാവണം ഉണ്ടാവേണ്ടത്. നോക്കൂ, ഇപ്പോൾ ഈ മാസ്റ്റർ പ്ലാനിലൂടെ ലോകമെമ്പാടുമുള്ള അയ്യപ്പ ഭക്തരുടെ പ്രതിനിധികൾ ഈ ആഗോള സംഗമത്തിലേക്ക് വരുമ്പോൾ 3 തരം വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു യാത്ര, ഒരു കണക്ടിവിറ്റി അവിടെ സാധ്യമാണ്. ഒന്ന്, ശബരി എയർപോർട്ട് വരാൻ പോകുന്നു. അത് വളരെ പ്രധാനമാണ്. തൊട്ടിപ്പുറത്ത് പതിറ്റാണ്ടുകളായി കേരളം ആവശ്യപ്പെട്ട ശബരിപാത സംസ്ഥാന സർക്കാർ അത് ഏറ്റെടുക്കാൻ തയ്യാറാണ് എന്നറിയിച്ച് ഭൂമി ഏറ്റെടുത്തിട്ട് എത്രയോ കാലമായി. ഇപ്പോൾ ഇന്ത്യൻ റെയിൽവേ ആ ധാരണയിലേക്ക് വരുന്നു. അത് രണ്ടാമത്തത്. അങ്ങനെ 2 പ്രധാനപ്പെട്ട, മറ്റൊന്നുണ്ട് റോപ്പ് വേ. അതായത് പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് പോകാൻ കഴിയുന്ന റോപ്പ് വേ, എത്ര പ്രായമായവർക്കും മറ്റ് ബുദ്ധിമുട്ടുള്ളവർക്കും ഒക്കെ ശബരിമലയിൽ എത്താൻ കഴിയുന്ന അത്യാധുനികമായ റോപ്പ് വേ. അതും വർഷങ്ങളായി മുടങ്ങിക്കിടന്നതാണ്. ഈ 3 പദ്ധതികളും ഇന്ന് ഓണാണ്.